ഇത്രയും ആത്മാർത്ഥ ഇഷ്ടപ്പെട്ടതാ എന്റെ ലൈഫില്. ഈശ്വര സത്യന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇത്ര ഇവരാണ് ഞാൻ സ്നേഹിച്ചിട്ടില്ല. ചങ്കുപൊട്ടി പറയണത് എന്റെ ലൈഫിൽ ഇങ്ങനെയാണ് ഞാൻ ഇത്ര അധികം സ്നേഹിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അഞ്ജലീനയോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. അന്ന് നിങ്ങളുടെ കാമുകൻ നിങ്ങളെ ഇട്ടിട്ട് പോയത് കർമ്മയായിരുന്നോ? ഒരു തലമുറയോട് മുഴുവൻ പോയി MDMA അടിക്കാൻ പറഞ്ഞതിനൊക്കെ പ്രകൃതി നിങ്ങൾക്ക് നൽകിയ ഒരു ശിക്ഷയായിരുന്നു ആ ഒരു ബ്രേക്കപ്പ്. ഇന്ന് നിങ്ങളൊരു വ്യക്തിയുടെ ദാമ്പത്യ ജീവിതം തകർന്നപ്പോൾ നിങ്ങളത് കർമ്മയാണെന്നും പറഞ്ഞ് തള്ളാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അഖിൽ നിങ്ങളെ വ്യക്തിപരമായിട്ട് ചതിച്ചിട്ടില്ല. അയാൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ തെറ്റായ സന്ദേശം നൽകിയ നിങ്ങളെ വിമർശിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. വൈറലാകാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടിയ മണ്ടത്തരങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾക്ക് ആ പാവം എന്ത് പിഴച്ചു? അതായത് ഇല്ലാത്ത കുറ്റം എൻ്റെ തലയിൽ കൊണ്ടിട്ടതാണെന്നാണ് അവർ പറയുന്നത്. ഈ MDMA ആരെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചതായിരുന്നോ? ഇല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ വാക്കിൽ നിന്റെ നാക്കിൽ നിന്ന് നീ തന്നെ പറഞ്ഞതല്ലേ? ബിഗ് ബോസ് വീടിനുള്ളിൽ കയറി നാടകം കളിക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇതൊക്കെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു, സ്വന്തം മണ്ടത്തരങ്ങളായിരുന്നു. നിന്റെ മണ്ടത്തരങ്ങൾക്ക് നിനക്ക് കിട്ടിയ വിമർശനങ്ങളായിരുന്നു. അതാണ് യഥാർത്ഥ കർമ്മ. മനസ്സിലായില്ലേ? അതായത് 3 വർഷം മുമ്പുള്ള ചെറിയൊരു ഈഗോയുടെ പേരിൽ ഇപ്പോൾ വ്യക്തി ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും ചവിട്ടി താഴ്ത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ് അവിടെ വെളിവാകുന്നത്. അഖിൽ NRD അല്ല നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ തന്നെയാണ് നിങ്ങളെ നശിപ്പിച്ചത്.